അതെ, ഈ കർക്കിടക മാസം ഒരു പന്ന മാസമാണെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അല്ലേ. കാരണം ഇതൊരു പന്നാന്നല്ല പറയണ്ടത്, ഒരു പൊട്ട മാസം എന്നാണ് പറയണ്ടത്. കാരണം മഴയും കാറ്റും ഒരു രക്ഷയില്ല. കാരണം ഈ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം അതെങ്ങനെ അത് പറഞ്ഞ് നാശനഷ്ടങ്ങൾ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം. കാരണം വീടിൻ്റെ സൈഡിലുണ്ടായിരുന്ന മഹാഗണി ചോടോടെ മറിഞ്ഞ് അപ്പുറത്ത് പറമ്പിലോട്ട് വീണിട്ടുണ്ട്. ആ പറമ്പിലോട്ട് വീണതെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ വീണ സമയത്ത് അത് കൂടെ നിന്ന പോസ്റ്റിനെയും ലൈൻ കമ്പീനെയും എല്ലാം കൂടി ചേർത്ത് പണച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലത്തിൻ്റെ പറമ്പിൽ നിന്നിരുന്ന തേക്ക് അത് ആ തിടപ്പള്ളിയിലോട്ട്, അമ്പലത്തിൻ്റെ തിടപ്പള്ളിയുടെ തലയിലോട്ട് വീണിട്ടുണ്ട്. അവിടെ പിന്നെ ലൈൻ കമ്പി ആരെങ്കിലും കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം തിടപ്പള്ളിയുടെ അങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്. ചാഞ്ഞെല്ലാം മറിഞ്ഞ് കിടക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന പൂപ്പരത്തി ഇങ്ങനെ ചീന്തി പോവുകയെന്ന് പറയില്ലേ, മേളിയും തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ ചീന്തി എൻ്റെ ലൈൻ കമ്പി അല്ല, മറ്റേ കൈവയറാണ് പോയിരിക്കുന്നത്. പോസ്റ്റ് ഇട്ടിട്ട് കൈവയർ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. ആ കൈവയറെല്ലാം കൂടി ചാർത്ത് താഴത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അനക്കം കേട്ടപ്പോഴത്തേക്കും ഇവർ വന്ന്, അതായത് തെങ്ങേറാൻ ആളൊന്നും ഇങ്ങനെ തേങ്ങയെല്ലാം വീണപ്പോൾ ഞാൻ ആദ്യം കരുതി ഈശ്വര ഇനി എന്താണോ എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് വീഴാൻ പോകുന്നത് എന്ന് വെച്ചൊന്ന് നോക്കുമ്പോഴാണ് ഇവർ രണ്ടും കൂടി വന്ന് തേങ്ങയെല്ലാം ചെത്തി റെഡിയാക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ട്. കാരണം വേറൊന്നുമല്ല, ഇത്രയും കാറ്റത്ത് മഴയത്ത് തേങ്ങയെല്ലാം കൂടി ആടി വിളഞ്ഞ് മേത്തോട്ട് എങ്ങനെ വീണാൽ അതും ആയില്ലേ. ഉണക്കത്തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. ഇത്രയും മഴയും ഇത്രയും കാറ്റും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് നന്നായി സൂക്ഷിക്കണം. അതുമാത്രമല്ല, ഈ പുല്ലും കാടൊന്നും കണ്ട് നിങ്ങൾ വെറുതെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. കാരണം ഞങ്ങൾ ഓണാകുമ്പോഴത്തേക്കും സെറ്റാക്കും എന്നാണ് തുളസേച്ചി പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം വെയിൽ വന്നാൽ 4ാമത്തെ ദിവസം കൊച്ചേ ഞാനിവിടെ എത്തിയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. കാരണം 2-3 മാസമായിട്ട് മഴ അടുപ്പിച്ചങ്ങ് പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു രക്ഷയില്ലല്ലോ. ഇത്രയൊക്കെ സംസാരിച്ച് ഇവരോടും കുറേ കത്തിയടിച്ചതുകൊണ്ട് ക്ഷീണിക്കണ്ടെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് എപ്പോഴും തെങ്ങ് കയറാൻ വരുമ്പോഴത്തേക്കും കരിക്കൊന്നല്ല 2 തരാറുണ്ട്, എനിക്കും കണ്ണനും. ഇനി ചിന്നു ഉണ്ടെന്നെങ്കിൽ ചിന്നുവിനും തരാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഇളം കരിക്കായിരുന്നു, വലിയ രുചിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പന്നമാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് നാശനഷ്ടങ്ങളും ആകെ പ്രശ്നങ്ങളും നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കാനും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.